ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് സെഷനിൽ എന്താണോ നടന്നത് അതിൻ്റെ നേർ വിപരീതമായ ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. ഇന്നലെ ബിയേഴ്സ് മാർക്കറ്റിനെ താഴോട്ടേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയെങ്കിലും അവിടെ ബുൾസ് സമയോചിതമായി ഇടപെട്ടുകൊണ്ട് 23,000 എന്ന ലെവലിലേക്ക് നിഫ്റ്റിയെ പിടിച്ചുയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ന് സംഭവിച്ചത് ബുൾസ് മാർക്കറ്റിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയെങ്കിലും ബിയേഴ്സ് അതിനെ താഴോട്ട് കൊണ്ടുവരുന്നതിൽ വിജയിച്ചു. അത് 23,000 കൊണ്ട് നിർത്തുകയും ചെയ്തു. അപ്പോൾ നിഫ്റ്റിയുടെ 23,000 എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവലിൽ ഒരു തീരുമാനമാകാതെ നിൽക്കുകയാണ് നിഫ്റ്റി. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ന് നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറിയാണ്. ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ള ആ ഒരു എക്സ്പയറി ഡേ കാരണം സ്വാഭാവികമായിട്ടുള്ളൊരു വളറ്റിലിറ്റി ഇത്തരം ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വളറ്റിലിറ്റിയാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കണ്ടത്. അല്ലാത്ത പക്ഷം സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ ധാരാളം ശുഭവാർത്തകൾ ഉണ്ടായ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റിലീഫ് റാലി എന്നുണ്ടാവുമെന്ന് പ്രതീക്ഷയെങ്കിലും അത് ഉണ്ടായെങ്കിലും അത് അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല, തിരിച്ച് താഴോട്ടേക്ക് തന്നെ വരികയും ചെയ്തു. അങ്ങനെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു തീരുമാനം വന്ന ദിവസമാണ്. പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ട പീസ് ടോക്കിൻ്റെ ഒരു തുടക്കം കുറിക്കുകയുണ്ടായി. ട്രംപും പുടിനും ചേർന്ന് ഒരു ടെലിഫോൺ സംഭാഷണത്തിലൂടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനും ഉക്രൈൻ റഷ്യ വാർ അവസാനിപ്പിക്കുവാനുമുള്ള ശക്തമായൊരു നീക്കമുണ്ട്. അപ്പോൾ ഇന്നലെ US മാർക്കറ്റിൽ വന്നിട്ടുള്ള ആ ഒരു ഇൻഫ്ലേഷൻ ഡാറ്റ അത് വളരെ മോശമായിരുന്നു. അതായത് US കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 0.5% ഒരു വർധനമാണ് ജനുവരിയിൽ ഉണ്ടായത്. അപ്പോൾ ആനുവലി നോക്കുവാണെങ്കിൽ അത് 2.9% നിന്ന് 3% ആയിട്ടും ഉയർന്നിരുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ ഈ ഒരു വർധനവ് സ്വാഭാവികമായിട്ടും US മാർക്കറ്റിൽ വലിയ തോതിലുള്ള ഒരു പാനിക് സെല്ലിംഗ് സൃഷ്ടിക്കുകയും അങ്ങനെ അവിടെ ഡൗ ജോൺസും അതുപോലെ S&P 500-ഉം നാസ്ഡാക്കും ഒക്കെ വലിയ തോതിൽ ക്രാഷായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ റഷ്യ ഉക്രൈൻ വാർ അവസാനിപ്പിക്കുവാനുള്ള ട്രംപിൻ്റെ നീക്കത്തിൻ്റെ ആ ഒരു വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ അത് വന്നതോടുകൂടി US ഇൻഡെക്സുകളെ അപ്പോൾ തകർന്നിരിക്കുമായിരുന്ന US ആ ഒരു ഇൻഡെക്സിനെ അത് പിടിച്ചുയർത്തുകയും അത് ഈ ഇൻഡെക്സുകളെയൊക്കെ തിരിച്ച് പോസിറ്റീവിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. റഷ്യയും US എന്ന് പറയുന്നത് വേൾഡിലെ 2 സൂപ്പർ പവറാണ്. അപ്പോൾ അവർ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ യുദ്ധം അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ആ ഒരു തീരുമാനം വേൾഡ് ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് യൂറോപ്യൻ മാർക്കറ്റിലും അതുപോലെ ഏഷ്യൻ മാർക്കറ്റിലൊക്കെ കാണാൻ കഴിഞ്ഞു. അവിടെയൊക്കെ ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്സ് ഇമ്പ്രൂവ് ആവുകയും മൊത്തത്തിൽ ജോഗ്രഫിക്കലി ഒരു റിലീഫ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള നിലയിൽ ക്രൂഡ് ഓയിൽ പ്രൈസസിലും ചെറിയ ഡിക്ലൈൻ ഉണ്ടായി. ബ്രണ്ട് ക്രൂഡ് ഓയിൽ ബാരലിന് $74, അതുപോലെ US ക്രൂഡ് $70 ഒരു 2% ഓവർനൈറ്റ് ലോസ് നമുക്ക് കാണാൻ പറ്റും. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സാങ്ഷൻസ് അതൊക്കെ എടുത്തു കളയപ്പെടുകയും അങ്ങനെ ആ ഒരു മേഖല വളരെ സമാധാനപരമാവുകയും ചെയ്യും. സ്വാഭാവികമായിട്ട് ഇത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാകും. കാരണം ക്രൂഡ് ഓയിൽ സപ്ലൈ വളരെ സ്റ്റേബിൾ ആകുകയും നമ്മുടെ പല ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിൻ്റെയും ഒരു റോ മെറ്റീരിയൽ കൂടിയായിട്ടുള്ള ക്രൂഡ് ഓയിലിൻ്റെ ആ ഒരു സ്മൂത്ത് സപ്ലൈ തീർച്ചയായിട്ടും നമ്മുടെ മാനുഫാക്ചറിങ് മേഖലയെ നല്ല തോതിൽ സഹായിക്കാൻ അത് കാരണമാവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാർത്ത ആണ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ കടന്നുപോയത്. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ പോസിറ്റീവായിരുന്ന മറ്റൊരു കാര്യം നമ്മുടെ CPI ഇൻഫ്ലേഷനാണ്. നമ്മുടെ ഇൻഫ്ലേഷൻ ഡാറ്റ അത് ഓരോ മാസം കൂടുന്തോറും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ 5 മാസത്തെ ഏറ്റവും ലോ ആയിട്ടുള്ള 4.31% ആണ് ഈ ജനുവരിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 5.22% ഉണ്ടായിരുന്ന സ്ഥാനത്താണ് അത് 4.31 ആയത്. യഥാർത്ഥത്തിൽ 4.6 ആയിരുന്നു പൊതുവെ മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്നും എത്രയോ താഴോട്ടേക്ക് 4.31 വന്നത് തീർച്ചയായിട്ടും അതൊരു ഷാർപ്പായിട്ടുള്ള ഒരു ഡിക്ലൈൻ ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും മറ്റൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തയായിരുന്നു. അപ്പോൾ ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഡിക്ലൈന് കാരണമായത് ഫുഡ് പ്രൈസിൽ വന്നിട്ടുള്ള ആ ഒരു ഇൻഫ്ലേഷൻ്റെ ഡ്രോപ്പാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RBIയുടെ അടുത്ത ഒരു റേറ്റ് കട്ട് ഏപ്രിലിൽ തന്നെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇവിടെ തുറന്നു വരുന്നത്. കാരണം RBIയുടെ ഒരു ഇൻഫ്ലേഷൻ ത്രെഷോൾഡ് എന്ന് പറയുന്നത് 4 to 4.5% ആണ്. അപ്പോൾ 4% താഴെയൊക്കെ ഇൻഫ്ലേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും RBI ഗൗരവമായിട്ട് ഏപ്രിലുള്ള ഒരു റേറ്റ് കട്ടിനെ കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കും. അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിൽ വലിയ തോതിലുള്ള ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയും കൺസംഷൻ ബൂസ്റ്റ് ചെയ്യുകയും നമ്മുടെ മൊത്തത്തിൽ എക്കണോമിയെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് മൊത്തത്തിലുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റ പുറത്തു വന്നിട്ടുള്ളത് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ടിൻ്റെ അഥവാ AMFIയുടെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിന്
FII സെല്ലിങ്ങിനെ പ്രതിരോധിച്ച് നിർത്തുന്നത് DIIs ആണ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ്. അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലേക്കുള്ള പണമൊഴുക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ള ഡാറ്റ സ്വാഭാവികമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജനുവരിയിലെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ സൂചിപ്പിക്കുന്നത് 39,687 കോടിയുടെ ഒരു ഇൻഫ്ലോ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് ഡിസംബറിലെ 41,155 കുറച്ച് താഴെയാണ്. അപ്പോൾ ഏകദേശം 3.56 ഒരു ഡ്രോപ്പ് ഉണ്ട്. പക്ഷേ നമ്മുടെ മാർക്കറ്റിൻ്റെ ആ ഒരു വളറ്റിലിറ്റിയും മാർക്കറ്റ് ശക്തമായിട്ട് താഴോട്ട് പോയ സമയത്ത് പോലും നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് അവരുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആ ഒരു ഇൻഫ്ലോയിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ മനസ്സിലാകുന്നത്. ഈ സ്മോൾ ക്യാപ്പിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ജനുവരി മാസം അതിന് ഇൻഫ്ലോ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡിസംബറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 22% വർധനവ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മിഡ് ക്യാപ്പ് ഫണ്ടുകളിലും സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് കാണാൻ കഴിയും. അതേപോലെ ലാർജ് ക്യാപ്പ് ഫണ്ടിലും ഏകദേശം 52% വമ്പിച്ച ഒരു ഇൻഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാകുന്നത് ലാർജ് ക്യാപ്പ് ഫണ്ടുകളിലേക്ക് ആളുകൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അവർ റീബാലൻസ് ചെയ്തിട്ടുള്ളത് സെക്ടോറൽ ഫണ്ടുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ലാർജ് ക്യാപ്പിലേക്ക് പോയിട്ടുള്ളത് കാണാം. കാരണം സെക്ടോറൽ ഫണ്ടിൽ 41% ഡിപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൂടാതെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിച്ചതായിട്ട് കാണാം. പ്രത്യേകിച്ച് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ വൻതോതിലുള്ള ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഈക്വിറ്റിയിൽ നിന്നും ചെറിയ തോതിൽ പണം പിൻവലിച്ചുകൊണ്ട് ഡെറ്റ് ഫണ്ടുകളിലേക്ക് ആളുകൾ മാറിയതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുപോലെ സിപ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു കുറവൊന്നും അവർ വരുത്തിയിട്ടില്ല എന്ന് കാണാൻ കഴിയും. കാരണം ഡിസംബറിൽ 26,459 കോടി ഉണ്ടായിരുന്നത് ജനുവരിയിൽ 26,400 എന്ന രീതിയിലാണ് കാണാൻ കഴിയുക. 59 കോടിയുടെ ഒരു കുറവ് മാത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ 26,000 എന്ന ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള സിപ്പ് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ സിപ്പ് അക്കൗണ്ടുകൾ നോക്കുകയാണെങ്കിൽ 1032 1026 നേരിയൊരു കുറവ് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതുപോലെ പുതിയ സിപ്പുകൾ ജനുവരിയിൽ 56 ലക്ഷമായിട്ട് വർദ്ധിച്ചതായിട്ട് കാണാൻ പറ്റും. അതായത് ഡിസംബറിനേക്കാൾ കൂടുതലായിട്ട് പുതിയ സിപ്പുകൾ ആരംഭിച്ചത് ജനുവരിയിലാണ് എന്നുള്ളത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒരു കാര്യമാണ്. എന്നാൽ ജനുവരിയിൽ നിലവിലുള്ള സിപ്പുകൾ ഒഴിവാക്കിയവരുടെ ആ ഒരു എണ്ണം 61 ലക്ഷമാണ്. എന്നാൽ ഡിസംബറിൽ അത് 44 ലക്ഷമായിരുന്നു. ടോട്ടൽ AUM നമ്മൾ നോക്കുകയാണെങ്കിൽ 13,19,000 എന്നുള്ള AUM ആണ് കാണുക. ഡിസംബറിൽ അത് 13,63,000 അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഇത്രമാത്രം വളറ്റൈലായിട്ടും ഏകദേശം മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലൊക്കെ 30% ഒക്കെ ക്രാഷ് ഉണ്ടായിട്ടും എല്ലാവരുടെയും പോർട്ട്ഫോളിയോ താഴോട്ടേക്ക് പോയിട്ടും ഈവൻ മ്യൂച്വൽ ഫണ്ട് പോലും പലരുടെയും നഷ്ടത്തിലായിട്ട് പോലും ഇവിടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആ ഒരു ഇൻഫ്ലോയിൽ വലിയ കുറവ് വന്നിട്ടില്ല എന്നുള്ളത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പോസിറ്റീവ് വാർത്തകളും മാർക്കറ്റിൽ ഉണ്ടായിട്ടും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ യാഥാർത്ഥ്യം. കാരണം ബ്രോഡ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ നിഫ്റ്റിയും മിഡ് ക്യാപ്പും നല്ല പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റ് സെക്ടറുകൾ സ്മോൾ ക്യാപ്പ് ആയാലും ലാർജ് ക്യാപ്പ് ആയാലും അതൊക്കെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ സെക്ടോറൽ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 1% റാലി നടന്നത് ഫാർമ ആൻഡ് ഹെൽത്ത് കെയർ സെഗ്മെന്റിലാണെന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമുക്കറിയാം, അമേരിക്കയിൽ ഈ താരിഫ് നയം അത് വലിയ തോതിൽ ബാധിക്കാത്ത ഒരു സെക്ടർ സ്വാഭാവികമായിട്ട് അത് ഫാർമയായിരിക്കും. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെറിയ വിലക്ക് ഡ്രഗ്സ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കിട്ടാനുള്ള സാധ്യതയുള്ളൊരു രാജ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ വലിയ താരിഫ് ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷ സ്വാഭാവികമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വളറ്റൈൽ മാർക്കറ്റിലും ഫാർമ സെക്ടർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിഫ്റ്റിയുടെ ടോപ്പ് 500 സ്റ്റോക്കുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ 213, ഡിക്ലൈൻ ചെയ്ത് 255 നേരിയ ഡിഫറൻസ് ആണ് അവ തമ്മിലുള്ളത്. അവ ടോപ്പ് 5 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് ഫിനോലെക്സ് കേബിൾസും, അതുപോലെ ഹൊനാസ കൺസ്യൂമർ, റെഡിങ്ടൺ, മുത്തൂറ്റ് ഫൈനാൻസ്, അതുപോലെ സുവൻ ഫാർമസ്യൂട്ടിക്കൽ എന്നീ സ്റ്റോക്കുകളാണ് നമുക്ക് ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്കുകളായിട്ട് നിഫ്റ്റി 500-ൽ കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ 6.29% ഒരു മുന്നേറ്റം നടത്തിയ മുത്തൂറ്റ് ഫിനാൻസിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. നമുക്കറിയാം ഗോൾഡ് ലോൺ ബിസിനസ്സിലെ ഒരു മാർക്കറ്റ് ലീഡിംഗ് കമ്പനിയാണ് മുത്തൂറ്റ് ഫിനാൻസ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വന്നിരുന്നു. അപ്പോൾ റിസൾട്ട് ഡിസംബർ 2023 3,168 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് അതിൻ്റെ റവന്യൂ ഈ 2024 ഡിസംബറിൽ അത് 4,423 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ 39% ഒരു ജമ്പാണ് അവിടെ നമുക്ക് റവന്യൂവിൽ ഈ മുത്തൂറ്റിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ അവരുടെ ഒരു ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 1,390 നിന്ന് 1,863 വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ നെറ്റ് പ്രോഫിറ്റിൽ 1,027 നിന്ന് 1,363 അവിടെ ഒരു 32% ജമ്പാണ് നമുക്ക് പ്രോഫിറ്റിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 7% വർധനമുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിലും
8% കൂടുതലായിട്ടുള്ള ഒരു വർധനവ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോൺ ഗ്രോത്തും അതുപോലെ മാർജിനിൽ വന്നിട്ടുള്ള നല്ലൊരു എക്സ്പാൻഷനും അതൊക്കെയാണ് ഈ കമ്പനിയെ നല്ല റിസൾട്ട് കൊണ്ടുവരാൻ സഹായിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കമ്പനിയുടെ ആ ഒരു കൺസോളിഡേറ്റഡ് ലോൺ അസറ്റ് നോക്കുകയാണെങ്കിൽ അത് ഹയ്യസ്റ്റ് എവറാണ്. ഇപ്പോൾ 1.11 ലക്ഷം കോടിയുടെ ഒരു AUM ആണ് നമുക്ക് മുത്തൂറ്റ് ഫൈനാൻസിൽ കാണാൻ കഴിയുക. കഴിഞ്ഞ ക്വാർട്ടറിൽ 7159 കോടിയുടെ ഒരു വർധനമാണ് ഈ അസറ്റ് അണ്ടർ മാനേജ്മെന്റിന്റെ ആ ഒരു ഗ്രോത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മുത്തൂറ്റ് ഫൈനാൻസിന്റെ ഒരു ബിസിനസ് കഴിഞ്ഞ 3 വർഷത്തെ ഒരു CAGR ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അത് പൊതുവെ ഒരു അണ്ടർ പെർഫോമിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. കാരണം സെയിൽസിൽ 6% ഒരു CAGR ഗ്രോത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രോഫിറ്റിലാണെങ്കിൽ വെറും 3% CAGR ഗ്രോത്താണ് ഉണ്ടായിരുന്നത്. അവിടെ കഴിഞ്ഞ 4 ക്വാർട്ടറിൽ പക്ഷേ നല്ല രീതിയിൽ ബിസിനസ് ഇമ്പ്രൂവ് ആയതായിട്ട് കാണാം. 30% ഗ്രോത്ത് സെയിൽസിലും അതുപോലെ 22% ഗ്രോത്ത് പ്രോഫിറ്റിലും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ കമ്പനിയുടെ ROCയും ROEയും നോക്കുകയാണെങ്കിൽ അത് 13.2%, 17.9% എന്ന തോതിൽ കാണാൻ പറ്റും. അതൊരു ഡബിൾ ഡിജിറ്റാണ്, ഒരു ആവറേജ് ROEയും ROCയുമാണ്. ഈ സ്റ്റോക്കിലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ സെല്ലിംഗ് നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ 4 ക്വാർട്ടറിൽ അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നതായിട്ട് കാണാം. 8.33% നിന്ന് അത് 10.26% ആയിട്ട് വർദ്ധിച്ചതായിട്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും FIIs വലിയ തോതിൽ സെല്ല് ചെയ്യാത്തതുകൊണ്ടാവാം ഈ സ്റ്റോക്കിൽ നല്ലൊരു റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം പല ടൈം പീരീഡിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ 69% ആണെങ്കിൽ 6 മാസം നൽകിയ റിട്ടേൺ 25% ആണ്. അതുപോലെ കഴിഞ്ഞ ഒരു മാസം മാർക്കറ്റ് താഴോട്ടേക്ക് പോയപ്പോഴും ഇത് 10% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ഒരാഴ്ച നല്ല തോതിൽ മാർക്കറ്റ് താഴോട്ടേക്ക് പോയപ്പോഴും ഇത് 3.48% പോസിറ്റീവ് റിട്ടേൺ നൽകി. ഇന്നും നമുക്ക് 6.29% ഒരു മുന്നേറ്റമാണ് ഈ സ്റ്റോക്കിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം സ്വാഭാവികമായിട്ടും അവിടെ വലിയ സെല്ലിംഗ് ഈ സ്റ്റോക്കിൽ നടന്നിട്ടില്ല എന്നുള്ളത്. സ്റ്റോക്കിൻ്റെ PE നമ്മൾ നോക്കുമ്പോൾ അതിപ്പോൾ 19.6 എന്നുള്ള PE ആണ് കാണാൻ കഴിയുക. എന്നാൽ ഇൻഡസ്ട്രി PE 19.9 ആണ്. അപ്പോൾ ഇൻഡസ്ട്രി PEയും സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരേപോലെയാണ് നിൽക്കുന്നത്. ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇൻഡസ്ട്രി PEയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ കഴിയുക. എന്നാൽ 5 ഇയേഴ്സിൻ്റെ ഒരു മീഡിയൻ PE നോക്കുമ്പോൾ അത് 14.3 മാത്രമാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഓവർ വാല്യൂഡ് ആയിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് കാണുന്നത്. അതുപോലെ PEG റേഷ്യോയും 1.27 കാണിക്കുന്നു. ഒന്നിൽ കൂടുതൽ അത് കാണിക്കുന്നത് കൊണ്ട് തന്നെ അവിടെയും ആ ഒരു റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ ഇത് ഓവർ വാല്യൂഡ് ആണെന്ന് പറയേണ്ടി വരും. പക്ഷെ ഇവിടെ നിർമ്മൽ ബാങ്ക് പോലെയുള്ള ബ്രോക്കറേജ് ഫേം ഇതിനൊരു ബൈ റേറ്റിംഗ് ആണ് കൊടുത്തതായിട്ട് കാണാം. അവരുടെ ടാർഗറ്റ് പറഞ്ഞിട്ടുള്ളത് 2589, അതുപോലെ 2582 എന്നൊക്കെയുള്ള ടാർഗറ്റാണ് അവർ കൊടുത്തിട്ടുള്ളത്. എന്നാൽ മോട്ടിലാൽ ഒസ്വാൾ പോലെയുള്ള ഫൈനാൻസ് കമ്പനികൾ ഇതിനെ ഒരു ന്യൂട്രൽ പൊസിഷനിലാണ് നിർത്തിയിട്ടുള്ളത്. അവരുടെ ടാർഗറ്റ് 2300 മാത്രമായിട്ട് അവർ നിലനിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് ഇപ്പോൾ നടത്തിയതായിട്ട് കാണാം. പക്ഷേ ഇതിൻ്റെ വാല്യുവേഷൻ കുറച്ച് അധികമായതായിട്ടും കാണാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മളിത് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു റീസണബിൾ വാല്യുവേഷനിൽ ബൈങ്ങിനെ പറ്റി ആലോചിക്കാവുന്ന ഒരു സ്റ്റോക്കാണിത്. കാരണം ഇപ്പോൾ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ നല്ല തോതിലുള്ള ലിക്വിഡിറ്റി വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ NBFCകൾ നല്ല പെർഫോമൻസ് നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഗോൾഡ് പ്രൈസ് അതിൻ്റെ റെക്കോർഡ് ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണിത് കടന്നു പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സ്റ്റോക്ക് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി അല്ല. കാരണം അതിൻ്റെ 52 വീക്ക് ഹൈയോട് അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മീഡിയൻ PEയോട് അടുത്ത് വരുമ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാവുന്നതാണ്. നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.